എന്തിനെ പിളരുന്നു എന്നുള്ളതാണ്. നോക്കണേ, ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ജോസ് കെ മാണി കേരള കോൺഗ്രസ് ഇതെല്ലാം പാലായുമായി ബന്ധപ്പെട്ടാണ്. പാല അടങ്ങുന്ന പാർലമെൻറ്റ് മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ കയ്യിലില്ല. പാല എന്ന നിയമസഭാ മണ്ഡലം കയ്യിലില്ല. കെ എം മാണിയുടെ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന മുനിസിപ്പൽ വാർഡ് അതുപോലും കേരള കോൺഗ്രസിൻ്റെ കയ്യിലില്ല. ഇങ്ങനെ ദുർബലമായി നിൽക്കുന്ന പാല സെൻട്രൽ അവരുടെ ഹൃദയഭൂമിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബേസും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം മറുപക്ഷത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അതിന് പിന്നിൽ കത്തോലിക്ക സഭയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനത് തിരുത്തുകയാണ്. കത്തോലിക്ക സഭ ഒരുമിച്ച് ഒരു 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 ഒറ്റ സെൻറ്ററായി നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ബിഷപ്പ്മാരെല്ലാം കൂടെ യോഗം ചേർന്നിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോകണം, നിങ്ങൾ ഇപ്പുറത്തേക്ക് വരണം, അങ്ങനെയല്ല. ഇതിനു മുമ്പ് പി ജെ ജോസഫ് 2010 മറുകണ്ഠം ചാടുമ്പോഴും കത്തോലിക്ക സഭയുടെ പിന്തുണയായിരുന്നു. അത് കത്തോലിക്ക സഭയിലെ ചില ബിഷപ്പുമാരുടെ ചില അതിരൂപതകളുടെ സ്വാധീനമാണുള്ളത്. ഇത്തവണ 2 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് തോമസ് തറയിലാണ് ഇതിന് ഒരു പ്രധാന കക്ഷി. മറ്റൊന്ന് മലബാറിൽ നിന്നുള്ള ജോസഫ് പാമ്പ്ലാനിയാണ്. ഈ 2 പേരുടെ സമ്മർദ്ദമാണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നോക്കൂ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി മുന്നണി വിട്ട് പോകും എന്ന് പറഞ്ഞെടുത്തുനിന്ന് ജോസ് കെ മാണിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് ഇന്നത്തെ കഥയുടെ ആൻറ്റി ക്ലൈമാക്സ് തിരിയുന്നത്. അത് ഒരു പ്രാവശ്യം തിരുത്തി എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആദ്യം പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ നിലപാട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് തിരുത്തി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കും എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ആ പോസ്റ്റ് അധികം താമസിയാതെ തന്നെ പ്രധാനപ്പെട്ട MLA എല്ലാവരുമല്ല MLA ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത ആളുകൾ എപ്പോൾ ഷെയർ ചെയ്തു, എങ്ങനെ ഷെയർ ചെയ്തു എന്നത് കൂടെ ഒന്ന് ആലോചിച്ചാൽ നന്നാവും. കാരണം ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുമ്പാണ് റോഷി അഗസ്റ്റിൻ മന്ത്രി തുടരും എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ തുടരും എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞ് റാന്നിയിൽ നിന്നുള്ള MLA പ്രമോദ് നാരായണനും ഷെയർ ചെയ്തു. അപ്പോൾ 2 ആകെ 5 MLA അതിൽ 2 പേർ ഷെയർ ചെയ്യുന്നു. പെട്ടെന്ന് മൂന്നാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ജോസ് കെ മാണിയുടെ വകയാണ്. അത് 1 മണിക്കൂറിനിടയിൽ ഇടതുമുന്നണിയുടെ കൂടെ എന്നൂടെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണി ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.